ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ കുറുമയായാലോ. അതിന് വേണ്ടി ഞാനൊരു 3 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഞാൻ വെജിറ്റബിൾ പീസുകൾ ഇടുന്നത്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, അതേപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, തക്കാളി, വലിയുള്ളി ഇതെല്ലാം ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. അതേപോലെ കുറച്ച് ഗ്രീൻ പീസ് തലേന്ന് കുതിർത്തി വെച്ചത് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്. ശേഷം ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കുറുമ ഇവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കേണ്ടത്. ഒന്നാം പാൽ ഇവിടെ മാറ്റി വെച്ച് രണ്ടാം പാൽ ഇട്ടിട്ടാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിലയുണ്ട്, മല്ലിച്ചപ്പുണ്ട്, അതേപോലെ വലിയ ഉള്ളി, ഒരു 3-4 വലിയ ഉള്ളി പീസായി കട്ട് ചെയ്തത്, അതേപോലെ തന്നെ 3-4 തക്കാളി പീസായി കട്ട് ചെയ്തതുണ്ട്. ഇത് നമുക്കൊരു എൻഗേജ്മെൻറ്റ് പരിപാടികളുകൊണ്ടാണ് കുറച്ചധികം റെഡിയാക്കിയത്. നിങ്ങൾക്കാണെങ്കിൽ ഒരു തേങ്ങ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യത്തിന് നല്ല അടിപൊളി കുറുമ തയ്യാറാക്കാം. അപ്പോൾ എല്ലാം ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലേന്ന് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. രാവിലെ എന്നിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് വേറെ തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി യോജിപ്പിച്ച് നല്ലവണ്ണം വെജിറ്റബിൾ പീസുകൾ നല്ലവണ്ണം വെന്ത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മാറ്റി വെച്ച ഒന്നാം പാൽ ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് ശേഷം 2-3 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 1/2 kg ഒഴിച്ചിട്ട് അതിലേക്ക് വറുത്ത് കോരി ഇട്ട് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക.